ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. ഇങ്ങനെ നിങ്ങളെന്നും മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ശകാരത്തിന് ശകാരവും ശാപത്തിന് ശാപവും പകരം നൽകാതെ. ഇപ്പം നമ്മൾ ഒരാൾ ഇങ്ങോട്ട് നമ്മളോട് ദേഷ്യപ്പെട്ടെങ്കിൽ തിരിച്ച് ദേഷ്യപ്പെട്ടിരുന്ന പ്രത്യേകം ദൈവം പറഞ്ഞിട്ടുണ്ട്. ശത്രുവിന് വിശക്കുമ്പോൾ അവന് ആഹാരം കൊടുത്ത് അവൻ്റെ തലയിൽ തീ കോരിയിടാനാണ് ബൈബിൾ പറയണത്. അതാണ് അവന് ഏറ്റവും വലിയ ശിക്ഷ എന്ന്. അപ്പം നമ്മൾ ഇങ്ങനെ അവരുടെ ക്യാരക്ടർ ആകരുത്. നമ്മളോട് ഇങ്ങോട്ട് ഒരാളിങ്ങനെ പെരുമാറിയാൽ സെയിം തിരിച്ച് പെരുമാറിയാൽ നമ്മളും അവരും തമ്മിലൊരു വ്യത്യാസവും ഉണ്ടാകില്ല. ഇത് തന്നെയാണ് വായിക്കണത് Efesiയർ 5:4. ചീത്തത്തരം, പൊട്ടച്ചല്ല്, ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കളി വാക്ക, മറ്റുള്ളവരെ കളിയാക്കണത്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. അതൊന്നും ദൈവമക്കൾക്ക് ചേർച്ചയുള്ളതല്ല. സ്തോത്രം അത്രേ വേണ്ടത്. ദൈവത്തിനെ സ്തുതിക്കുക. ഓരോ നിമിഷവും നമുക്ക് ഈ നമ്മൾ ശ്വസിക്കുന്നതും ഈ നടക്കുന്നതും ഈ ആരോഗ്യം ഇല്ലാണ്ട് വരുമ്പോൾ ആട്ടോ ആരോഗ്യത്തിൻ്റെ എൻ്റെ ദൈവം. ഞാൻ കാശ്മീർ പോയപ്പോൾ കൈ അടിച്ച് വീണിട്ട് കൈയുടെ വലത് കൈ 2-3 ദിവസം അനക്കാൻ പറ്റാണ്ട് പോയപ്പോൾ പിന്നെ ജീവിതം തന്നെ എൻ്റെ അമ്മോ ഭയങ്കര വിഷമായിപ്പോയി. അപ്പം നമുക്ക് ആ ദൈവം തന്നതിനൊക്കെ ഓർത്ത് ഓരോ നിമിഷവും സ്തുതിച്ച് ആരാധിക്കുക, സ്തോത്രം ചെയ്യുക. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയലിൻ്റെ അതിന് മുമ്പ് ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഷെയർ ചെയ്ത് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കുക. നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് കയറി നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ പുതിയ ന്യൂ അറൈവൽസിൽ നോക്കിയാൽ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ സൗകര്യമായിരിക്കും. വീഡിയോ ഇടുമ്പോഴത്തേനും പെട്ടെന്ന് തീർന്നൊക്കെ പോകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയാണ്. വെബ്സൈറ്റിൽ നിന്ന് ആൾക്കാർ കൂടുതൽ എടുക്കട്ടെ എന്നോർത്താണ്. കുറേ ഇത് ഇങ്ങനെ എളുപ്പമുണ്ടല്ലോ എന്നോർത്താം. പിന്നെ നമ്മുടെ ഗോൾഡൻ സ്കീമിൽ കൂടുക. അതേ ഞാൻ എനിക്ക് ചില സ്വർണം ബുക്ക് ചെയ്യണമായിരുന്നു. ഞങ്ങൾക്ക് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുക്ക് ചെയ്താൽ നമുക്ക് വിൽക്കണനുസരിച്ച് ബുക്ക് ചെയ്യണം. ദൈവമേ ഒന്ന് ഓർത്ത് നോക്കുക. കഴിഞ്ഞ ദിവസം ഇച്ചിരൂടെ കുറയട്ടെ നോക്കിയിരുന്നു. അതേ ഒറ്റയടിക്ക് നന്നായിട്ട് കൂടിപ്പോയി. അതിൻ്റെ വിഷമത്തിലാണ്. അപ്പോൾ സ്വർണം ഗോൾഡൻ സ്കീമിൽ കൂടുക. ഒരേ മാസം കുറേ എമൗണ്ട് ഇട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് വലിയൊരു അനുഗ്രഹമാകും. 11 മാസം കഴിയുമ്പോൾ 12 മാസം എല്ലാ വർഷവും കുറേശ്ശെ സ്വർണ്ണം എടുക്കുക, നമ്മളത് അണിയുക, ഡ്രസ്സ് എല്ലാം ഒക്കെ പുതിയതിട്ട് നമുക്കൊരു അപ്ഡേഷൻ നമുക്കും വേണ്ടേ. അപ്പോൾ നമുക്ക് അത് കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും കാണുമ്പോൾ ഒരാൾക്കൊരു വിലയിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സിനുണ്ട്, ഡ്രസ്സിനുണ്ട്, സംസാരത്തിലാണ് ഏറ്റവും നമ്മുടെ ക്യാരക്ടറാട്ടോ ഏറ്റവും വലിയ ഇത്. ദൈവത്തിൻ്റെ മക്കളൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവമാകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ മൊഡാല് അടിപൊളി കളർ ചാർട്ട്, നമ്മൾ ഇതുവരെ കാണിക്കാത്ത കളർ ചാർട്ടുകൾ കേട്ടോ. ഇന്നലെ ഇത് വന്നേ, ഞാൻ ഓർത്തു ഇത് തയ്ച്ചിട്ടിട്ട് ഇടണമെന്ന്. അപ്പോൾ ഇന്ന് വിളിച്ചു ചോദിച്ചു. എൻ്റെ തയ്ക്കണ ബീവിത്തിയാണ്. ബീവിത്തേക്ക് കൊച്ചിനെ ഏതാണ്ട് മകൻ്റെ കൊച്ചിന് അസുഖമെന്ന് പറഞ്ഞിട്ട് ബീവിത്ത കൊച്ചിനെ കൊണ്ട് പോയിപ്പോൾ എന്നാ ചെയ്യാനും. പിന്നെ അടുത്ത ആഴ്ച ഇത് ഇടാം കേട്ടോ. പല കളർ. ദൈവമേ ഇതൊക്കെ എന്ത് രസമായി കളേഴ്സ്. ഇതിലേക്ക് നോക്കിക്കേ. ഞാനിങ്ങനെ 2-3 കളറിൽ വെക്കാട്ടോ. മൊഡാലിൻ്റെ ഷോളും വരുത്തിയിട്ടുണ്ട്. ഇത് 399. ഇത് പ്യുവർ മൊഡാലാട്ടോ. പലതിനും ഞാൻ പല വിലയ്ക്കും കാണിച്ചിട്ടുണ്ട്. 350, 299 അങ്ങനെയൊക്കെ. ഇത് ഏറ്റവും കൂടിയ മൊഡാൽ. ആ ടോപ്പും ബോട്ടും ഇത് എടുത്താൽ മതി കേട്ടോ. എന്തായാലും ഇതിലൊരു കളർ ഞാൻ എടുക്കും. ഏത് കളറാണെന്നൊന്നും തീരുമാനിച്ചില്ല. ഒരു കളർ എടുക്കും. എനിക്കാണെങ്കിൽ 2-3 കളർ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇല്ലാത്ത കളർ നോക്കിയെടുക്കണം. ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഏതാ നല്ലതെന്ന് നോക്കിയാൽ അറിയാമല്ലോ. നല്ലതാട്ടോ. അതേ ഇത് ഈ ഷോള് 1699. ഇതും ഇന്നാ വിലയിട്ടേ, അത് കാരണം കാണാണ്ട് പഠിച്ചേ. ഇതിന് മീറ്ററിന് 399. ഒരു 4.5 മീറ്റർ എടുത്താൽ ടോപ്പും ബോട്ടോടെ സൈഡ് ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ 5 മീറ്റർ എടുക്കണം എന്നേലും ഫാഷനിൽ തയ്ക്കണമെങ്കിൽ. ഷോള് 169. ഇത് കഫ്താനടിക്കാൻ സൂപ്പറാട്ടോ ഷോള്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുവിന് കഫ്താനടിക്കണം. ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനാണ്. കുഞ്ഞുവിനൊരിടണം കഫ്താനടിച്ച് അടിപൊളിയായിട്ടൊന്നും. ഞാൻ കണ്ടു കഴിഞ്ഞൊരു ഫംഗ്ഷനൊരു കൊച്ച് മൊഡാലിൻ്റെ കഫ്താനടിച്ച് എന്ത് ഭംഗിയായിരുന്നു. ഒരെണ്ണം കഫ്താനടിക്കാനിരിക്കുക. ഇതെന്ത് ഭംഗിയാന്ന് നോക്കി. ഇങ്ങോട്ട് നോക്ക്. എല്ലാ ഷോളും ഇതിൽ കാണിക്കണോ അതോ ബ്ലാക്കിൽ? പച്ച വെച്ചതിന് ഇങ്ങനെയാണെങ്കിൽ ബ്ലാക്കിൽ കാണിക്കും. ആ നീലയും കൂടെ അടിയിലത്തെ നീല
ബ്ലാക്കി കാണിക്കണില്ല നല്ല. എന്നാൽ ഇതിൽ കാണിക്കാം, നല്ല ഇതിൽ കാണിക്കാം അല്ലേ, നല്ല ഇതിൽ കാണിക്കാം. ഇങ്ങനെ ഇത് കോൺട്രാസ്റ്റിനായിരിക്കും കേട്ടോ ഷോൾ എപ്പോഴും മാച്ച് ചെയ്യണേ. ടോപ്പും ബോട്ടവും കൂടെ ഏതെങ്കിലും കളർ എടുത്തിട്ട് കോൺട്രാസ്റ്റ് ഷോള്. കാരണം ഷോള് എല്ലാം കറക്റ്റ് ടോൺ ടു ടോൺ അല്ല. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഈ കളർ എടുത്ത് വെച്ച് ഇതിലേക്കെല്ലാം അല്ലെങ്കിൽ ബ്ലാക്കിലേക്ക് എല്ലാ കളറും കാണിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താം. പിന്നെ പ്ലെയിൻ കളർ എടുത്ത് വെച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം ഈ കളർ തന്നെയല്ല കേട്ടോ, എല്ലാ കളറിലും ഇത് നിങ്ങൾക്ക് ഇല്ലാത്ത കളർ നോക്കിയെടുത്താൽ മതി. ഞാനിങ്ങനെ എളുപ്പത്തിനെടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അടിപൊളി സംഭവം കേട്ടോ. നമുക്ക് മൊഡാൽ പ്ലെയിന് ഭയങ്കര ചിലവാണ്. ഒത്തിരി ദിവസമായി മൊഡാൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 399. ഇത് ചെറിയ ബിറ്റായിട്ടാണ് കേട്ടോ വന്നേക്കണം. 10 മീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് തീരുകയും ചെയ്യുവേ. ഇത് കാണിക്കണോ? ഇത് കാണിച്ചില്ലായിരുന്നോ? കാണിച്ചു. ആ ഇനിയിപ്പോൾ ഇതിലൂടെ എല്ലാം വെച്ച് കാണിക്കണില്ല, ഇത് കാണിച്ചതല്ലേ. ഇതിൽ വയ്ക്കുമ്പോഴും ഇങ്ങനെ എല്ലാം രസമാണ്. ഞാനിപ്പോൾ അതിൽ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ചേരുമെന്ന് നോക്കും. അപ്പോൾ ടോപ്പും ബോട്ടവും ഇതെടുക്കുക. എന്നിട്ട് കോൺട്രാസ്റ്റാണ് ഞാൻ എടുക്കാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സെയിം ഉണ്ട്. ഇപ്പം എനിക്ക് കോൺട്രാസ്റ്റ് ഇഷ്ടം. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അത് ബ്ലാക്ക്, ഇതൊരു പിന്നെ ഒനിയൻ പിങ്ക് അല്ല, ഒരു നല്ല കളറ്. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഷോളില്ലാണ്ടും ഇങ്ങനെ പാറ്റേണിലൊക്കെ തയ്ച്ച് ഹാൻഡ് വർക്കൊക്കെ ചെയ്യിക്കാം കേട്ടോ. ടോപ്പും ബോട്ടോടെ എടുത്താൽ മതി. പല പല പാറ്റേൺ സാരിക്കൊക്കെ നല്ലതാട്ടോ. ഇതുപോലത്തെ ഒരു കളറല്ലേ എൻ്റെ ഒരു ചുരിദാറ്. ഇച്ചിരിയുടെ വ്യത്യാസമുണ്ട്. റെയർ വെറൈറ്റി കളർ കേട്ടോ. അത് ഇതിനെന്നാ പറയണേ, ബന്ദിപ്പൂവിൻ്റെ കളറോ അല്ല, ബന്ദിപ്പൂവിന് പല കളറുണ്ടല്ലേ. ഗോൾഡൻ യെല്ലോയാണോ? ഇതോ തീമഞ്ഞല്ല, ഇടിവെട്ടി കളറൊന്നും അല്ല. ഇതൊരു എന്നാ പറയണേ, മത്തങ്ങയുടെ കളറോ? ആ ശരിയാ, മത്തങ്ങയ്ക്ക് ഈ കളർ പഴുത്ത് ചെയ്യും. ഇല്ല, മത്തങ്ങയുടെ കളറല്ല, അടയ്ക്കയുടെ കളർ. അടയ്ക്കയ്ക്ക് കളറല്ലേ. ഇത് റെഡിഷ് മുഖം. ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ എല്ലാ കളറും എടുത്തു. കാരണം എല്ലാവർക്കും നല്ലൊരു സംഭവം കേട്ടോ മൊഡാല്. എനിക്ക് 2 ഉണ്ട്, ടോപ്പും ബോട്ടം. പക്ഷെ നമ്മൾ സെറ്റ് മേടിച്ചപ്പോൾ 3000 വരെ. ഞാൻ ഇപ്പോഴും ഇവിടെ സെറ്റ് ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ നമുക്ക് 3000 വിൽക്കാം. പക്ഷേ ബോട്ടം സാധാ ബോട്ടവും ടോപ്പിൻ്റെ തുണി ഇത്രയും വിലയുടെ അല്ല, എന്നിട്ട് 3000. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്താൽ പോലും 3000 ആവില്ല. അപ്പോൾ നമുക്കിതല്ലേ ലാഭം. അപ്പോൾ പ്ലെയിൻ അത് കാരണം ഞാൻ എടുക്കാത്ത, ടോപ്പും ബോട്ടവും ഷോളോടെയുള്ള മൊഡാല് ഞാനിപ്പോൾ എടുക്കാത്ത. അത് കാരണം എന്ത് ഭംഗിയുള്ള കളേഴ്സാണ്, അടിപൊളി കളേഴ്സ്. ലൈനിങ് ഒന്നും ബോട്ടത്തിന് എന്നായാലും ഉണ്ട്. ടോപ്പിനും മിക്കവരും മൊഡാലിൻ്റെ ഒന്നും ആരും ലൈനിങ് ഇടാറില്ല കേട്ടോ. ഈ കളർ ഇപ്പം ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. ഒത്തിരി പേര് ഈ കളറിൻ്റെ സാരിയൊക്കെ ലൈറ്റ് ബ്ലൂ ആട്ടോ. ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ കാണിച്ചായിരുന്നോ? ഓ 2 ബ്ലൂ ഉണ്ട് കേട്ടോ. ഇതൊരു പൗഡർ ബ്ലൂവിൻ്റെ ഒക്കെ, മറ്റേത് ടീൽ ബ്ലൂ ആയിരുന്നു, ഇത് പൗഡർ ബ്ലൂ. റാണി പിങ്ക് അല്ലേ, റാണി പിങ്ക്. ഇപ്പോൾ പണ്ടത്തെ ട്രഡീഷണൽ കളറ് റാണി പിങ്ക്, ഇങ്ങനത്തെ കളേഴ്സ് എൻ്റെ ഫേവറേറ്റ് ആട്ടോ. എനിക്ക് ഇതിൻ്റെ ഇങ്ങനെ കടും കളർ, മഞ്ഞ, റാണി പിങ്ക് ഇങ്ങനത്തെയൊക്കെയാണ്. നല്ലൊരു ഗ്രീൻ വന്നിട്ടേ, അടിപൊളി ഗ്രീൻ. ഐശ്വര്യത്തിൻ്റെ ശരിക്കും ഇതൊരു സിബിൾ കൊടുത്തിട്ടുണ്ടോ? അല്ലാണ്ട് ഗ്രീനിലാണോ ഐശ്വര്യം ഇരിക്കണല്ലേ. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവകൃപയുള്ളവരാണ് കാണാൻ ഐശ്വര്യം എല്ലാം വന്നത്. ഇത് നമ്മൾ ഒന്ന് കാണിച്ചതല്ലേ, ഈ പൂ തന്നെയായിരുന്നു ഇതിന്. ആ ഇതിന് മുമ്പ് കാണിച്ചതിന് വേറൊരു പൂവായിരുന്നു.
അത് ഭയങ്കര ഡിമാൻഡിൽ പെട്ടെന്ന് തീർന്നു. ഈ തവണ റീസ്റ്റോക്ക് വെച്ചപ്പോൾ ഈ പൂവാണ് കിട്ടിയത്. അതിൻ്റെ പഴയിട്ട് തരാം കേട്ടോ. ഭയങ്കര നല്ല ഇതാ. ഇത് 290, അത് ഇത് 120 കേട്ടോ. ഇപ്പം ഈ മൽക്കോട്ടൺ ആട്ടോ ഫങ്ഷൻ വെയറിന് നമ്മൾ ഓർക്കും ഇതിന് തിളക്കമില്ല, പക്ഷെ ഇതിലൊരു കുഞ്ഞ് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാം മൽച്ചന്തേരി മൽക്കോട്ടനാണ് ഭയങ്കര വിലയുള്ളത്. ഈ തിളക്കമുള്ള തുണിക്കൊക്കെ നിസ്സാര 200 താഴെ വിലയുള്ളൂ. സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇത് മൽച്ചന്തേരി ആട്ടോ. മൽച്ചന്തേരി നമുക്ക് എത്ര 590 അല്ലേ? എന്ന് വില കിട്ടാൻ എനിക്ക് കറക്റ്റ് അറിയാം. ഈ അടുത്ത് വരുമ്പോൾ തെറ്റാട്ടോ, എംബ്രോയ്ഡറി മാത്രം നോക്കാം, കളർ തെറ്റല്ലേ? വർക്ക് കാണിക്കാം. കറക്റ്റ് കളർ കിട്ടില്ല നോക്കി. അടുത്ത് വരുന്നപ്പോൾ വെട്ടത്തിൻ്റെ ഇപ്പോൾ കറക്റ്റ് കളറാണോ അല്ലേ? $599. ഇത് ടോപ്പിന് സാരിക്ക് ഞാൻ ചിരിച്ച് കഴിയുമ്പോൾ കണ്ണില്ല എന്നാ പറയാൻ. മിക്കതിലും ഞാൻ നോക്കുമ്പോൾ എനിക്ക് കണ്ണില്ല. പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ വെളുത്തി പിടിച്ച് കാണിക്കണം. ഇതൊരു കഷ്ടപ്പാട്. പണ്ടും ഞാൻ ചിരിക്കുമ്പോൾ കണ്ണില്ലെന്ന് എല്ലാവരും പറയാറുണ്ട്. എടുത്ത് പറഞ്ഞാന്നറിയാം, പ്രായത്തിൻ്റെ ഒന്നും അല്ല. ഇത് 240, ഇത് 240, ഇത് 599. ഇത് മൽച്ചന്തേരിയാ, മൽക്കോട്ടൺ അല്ല കേട്ടോ, മൽച്ചന്തേരി ഒറിജിനലാ. ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഇത് വലിയ പടത്തിൻ്റെ ഒക്കെ 299 ഇട്ടു. അപ്പോൾ ആൾക്കാർക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് അറിയുന്നത് ഒറിജിനൽ. മറ്റത് പോളിസ്റ്റർ മിക്സിങ് കയറ്റുമ്പോൾ ആട്ടോ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ. വില കുറവ് ഓർത്ത് നിങ്ങൾ ആരും നമുക്കൊന്നും ഫ്രീ തരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 10-15 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. അത് ആദ്യം വീഡിയോ ഇടുന്നവരെ ഇടുന്നതിനേക്കാളും താത്തി മറ്റവരൊക്കെ ഇട്ട് വീട് പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒറിജിനൽ മൽച്ചന്തേരിയാണ്. 299 അയ്യോ 599. ഇത് 240. അല്ല 299 ഉണ്ടായിരുന്നു പറഞ്ഞതിൻ്റെ. ഓ സോറി. നല്ല കളറാട്ടോ ഇതൊക്കെ. ഇതിൻ്റെ 3 ഷെയ്ഡ് പൗഡർ ബ്ലൂ. കഴിഞ്ഞ ദിവസത്തോടെ ഇതില്ലായിരുന്നു നമുക്ക്. ഇതിൻ്റെ എല്ലാം തീർന്നായിരുന്നു. 699 അല്ലായിരുന്നു അതിന് ആദ്യത്തെ. അപ്പോൾ അതിൻ്റെ തീർന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒറിജിനലില്ലേ മറ്റേ കുറഞ്ഞത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആൾക്കാർ കുറഞ്ഞതിൻ്റെ ഒരു പീസ് കാണിച്ചേ. അവിടെ എങ്ങാണ്ടുണ്ടല്ലോ കഴിഞ്ഞോണം. മൽച്ചന്തേരിയുടെ കുറഞ്ഞത് 299 പൗഡർ ബ്ലൂ. 299 തന്നെ ആയിരിക്കണം കേട്ടോ. ആ മഞ്ഞ എവിടെയോ ഏതെങ്കിലും കഷ്ണം കാണും അല്ലേ? അല്ല ഇത് മൽക്കോട്ടൺ അല്ലേ? മൽച്ചന്തേരി പിടി അപ്പടി തീർത്തോ? കുറഞ്ഞതിൻ്റെ ഒട്ടുമില്ലേ? ആ വലിയ പൂവുള്ളേ. എല്ലാ കളറും തീർന്നോ? അതിൻ്റെ തീർന്നു. അല്ലെ അത് ഞാൻ വ്യത്യാസം കാണിച്ചു തരാം. കാണുമ്പോൾ എല്ലാം ഒരുപോലെ. ഇത് രണ്ടും കൂടെ കൂട്ടി പിടിച്ചേക്കുക. ആ ഭാഗം നീട്ടിവിടും. ഇതുണ്ടോ? ഇത് 160 കേട്ടോ. സാരിക്ക് എടുക്കാം, ടോപ്പിനെടുക്കാം, ഇത് ബോട്ടാക്കാം, അങ്ങനെ പലതും. ടോപ്പിന് ഇത് താഴത്തേട്ടാക്കിയിട്ട് കൈക്കും ആക്കാം അല്ലേ? കോട്ട് സെറ്റ് ആക്കാം. ഇത് പ്രിൻ്റ് ആട്ടോ, എംബ്രോയ്ഡറി അല്ല കേട്ടോ. 160 അല്ലേ ഇതിന്? ഇത് മൽക്കോട്ടൺ ആട്ടോ. മൽക്കോട്ടൺ അല്ല, ഇത് ചുമ്മാ സോഫ്റ്റ് കോട്ടൺ. മൽക്കോട്ടൺ ഈ വിലയ്ക്ക് കിട്ടില്ല കേട്ടോ. പക്ഷെ കണ്ടാൽ ശരിക്കും മൽക്കോട്ടൺ പോലെ ഇരിക്കും. ഇത് റയോണിൻ്റെ ഒരു ഇച്ചിരി കൂടിയ ഇതാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര രസമല്ലേ? 199. ഇത് ഒറിജിനൽ അജ്രക്ക് കേട്ടോ. ഒറിജിനൽ അജ്രക്ക് പ്രിൻ്റാണ്. ലൈനിങ് ഒന്നും വേണ്ട. ടോപ്പ് അടിക്കാനും കോൾസെറ്റിനൊക്കെ കുറച്ചാണ്. ഇതൊക്കെ 350. ഇതൊക്കെ ഈ 10 മീറ്ററിൻ്റെ പീസുകളാണ്. ഇങ്ങനെ വില കൂടിയതല്ല, മിക്കതും 10 മീറ്ററിൻ്റെ പീസാണ്. പിന്നെ വേണമെങ്കിൽ അടുത്ത 10 മീറ്റർ എടുക്കണം.
നമുക്കത് കണ്ടോ 350 കേട്ടോ. അടിപൊളി സംഭവം കേട്ടോ. ഇത് മൽക്കോട്ടനാട്ടോ. നല്ല കുഞ്ഞു പ്രിൻ്റ്. 299. നല്ല രസമുണ്ട്. ഒറിജിനൽ കലങ്കാരി ആട്ടോ. ഒറിജിനൽ കലങ്കാരിയാണ്. ലൈനിങ് ഒന്നും ആവശ്യമില്ല. ഇപ്പം ആർക്കും ലൈനിങ് വേണ്ടല്ലോ. 190 ആട്ടോ. കലങ്കാരിയുടെ കുറേ പ്രിൻ്റ് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള പ്രിൻ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്ട്രൈസ് പോലെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ലതല്ലേ. ഞാൻ സ്ട്രൈസ് പോലെ കുറേ നോക്കിയെടുത്തിട്ടുണ്ട്. നല്ലതാണ്. ചൂടുമില്ല. ടോപ്പും ബോട്ടം ചെയ്തിട്ട് ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്കാട്ടോ. കലങ്കാരി ഇടുമ്പോഴുള്ള ഒരു എലഗൻ ലുക്കൊന്ന് വേറെയാണ്. അജറക്കും കലങ്കാരിയൊക്കെ ഇടുമ്പോൾ എനിക്ക് അജറക്കിലും ഇഷ്ടമാട്ടോ കലങ്കാരി. അജറക്കും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും പ്രിൻ്റ് അജറക്കിൻ്റെ തുണി ഒറിജിനൽ ഭയങ്കര നല്ലതാണ്. നല്ല രസമുണ്ട്. ഇത് ഇതേതാ? 150. അല്ല, ഇതാ കൂടിയത് 250 അല്ലേ? ഇത് 150 റിപ്പീറ്റ് വന്നേക്കണം അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണിച്ചിട്ട്, കഴിഞ്ഞ ആഴ്ച അല്ല, അതിന് മുമ്പത്തെ ആഴ്ച കാണിച്ചിട്ട് എല്ലാവരും എടുത്ത് 600 റീസ്റ്റോക്ക് വന്നേക്കണേ. ഇതേ ഇത്രയും സോഫ്റ്റ് ആട്ടോ. നമ്മൾ സോഫ്റ്റിൻ്റെ എന്ത് പെട്ടെന്ന് ഞടുക്കി പോയത്. നമ്മൾ 250 കക്കോബയുടെ കാണിക്കാറുണ്ടല്ലോ, അതാന്ന് ഓർത്തു. ഇത് കണ്ടോ? ഇതിൻ്റെ ഹോളൊക്കെ കണ്ടോ? ഒന്ന് കാണിച്ചേ. കഴിഞ്ഞ ഓണത്തേക്കാൾ ഇച്ചിരി എന്തോ ഡിഫറൻസ് ഉണ്ടല്ലേ ഡിസൈന്. ഇത് ചെറുതല്ലേ? കഴിഞ്ഞ ഓണത്തെ ഹോളല്ലേ വലുത്? എന്തോ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നണം. കഴിഞ്ഞ ആഴ്ചത്തെ വല്ല കഷ്ണം കാണുമായിരിക്കും അവിടെ. കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ച കണ്ട. ഇവിടെ തർക്കാ, ബെറ്റ് വയ്ക്കലും തർക്കമൊക്കെയാ. സെയിം ആണോ? ഇപ്പോഴത്തെ ചെറുത്. ആ ഇപ്പോഴത്തെ കാണിച്ചേ. ഓ ഗീതാമേന ഞാൻ പറഞ്ഞാൽ കറക്റ്റ്. ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു ഡിഫറൻസ്. ഇതിൻ്റെ ഹോൾ ഇച്ചിരിയുടെ വലുതും ഇത് ഇച്ചിരി ചെറുതും. എനിക്ക് ഓരോ തവണ കാണിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് കാണാണ്ടറിയാം. അതെ, എന്തോ ഒരു പൊടിക്ക് റിപ്പീറ്റ് വന്നതിന് ഡിഫറൻസ് ഉണ്ട്. 150 ഉള്ളു. പെട്ടെന്ന് തീരും കേട്ടോ. $150 നല്ല കളർ ചാർട്ടാട്ടോ. ഇതിന് കഴിഞ്ഞ ഓണത്തെ പോലെ ആ കളർ കാരണം തോന്നണേ. ഇവിടെ തർക്കിക്കുമ്പോൾ ആദ്യം എനിക്ക് ബെറ്റ് വയ്ക്കലത് ഇപ്പം നിർത്തി. ബെറ്റ് വയ്ക്കാം. ഇത് തന്നെ തുടരെ തർക്കിച്ച്. ഇപ്പം തർക്കമൊക്കെ ബൈബിൾ ക്ലാസ്സിൽ തർക്കം പാടില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ട് യേശുബ്രാ. അല്ല, ഇതാ തർക്കവും വാദവും ഒന്നും വേണ്ട. ദൈവമക്കളോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞേക്കണേ. ഇപ്പം നിർത്തിയേക്കും ആ പരിപാടി. 150 നേവി ബ്ലൂ, ഇതിൻ്റെ വൈറ്റ്. പിന്നെ ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ കൂടിയത് എടുക്കണില്ല. ഞാൻ സോഫ്റ്റ്നെസ് നോക്കി കൂടിയത് എടുത്തോണ്ടിരുന്ന. തുണിയിൽ എന്തെങ്കിലും വ്യത്യാസം കാണും കേട്ടോ. $150. റെഡിഷ് മെറൂൺ. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ടല്ലോ. ഇത് പെട്ടെന്ന് തീരും. എടുത്തോ. ഇതിന് നിങ്ങൾക്ക് വേറെ ഒരു ലൈനിങ് ഒക്കെ ഉള്ളിൽ വെച്ചാലും ഇങ്ങനെ വ്യത്യാസങ്ങൾ, ബോട്ടിൽ ഗ്രീനൊക്കെ ഉള്ളിൽ വെച്ചൊക്കെ തയ്ക്കാൻ പാടില്ലേ? അങ്ങനെ ഭയങ്കര രസമായിരിക്കുമല്ലോ. യോക്കിൻ്റെ ഇവിടെ മാത്രം അങ്ങനെയൊക്കെ ഒത്തിരി വെറൈറ്റിയിൽ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. ഇത് ഒറിജിനൽ സിൽക്ക് ബനാറസിൽ. ഇത് ഡ്രൈ വാഷൊക്കെ ചെയ്യണം കേട്ടോ. ഒറിജിനൽ ബനാറസാണ്. എത്രയാണ്? 399. ഇത് നമുക്ക് വില, ഇത് ഒറിജിനലാകുമ്പോൾ ഡ്രൈ വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ഒറിജിനൽ എല്ലാം ഡ്രൈ വാഷ് ചെയ്യണം. സൂപ്പർ സംഭവം കേട്ടോ. 399.
നമ്മളിങ്ങനെ പണ്ട് ക്രീമൊക്കെ എടുത്തിട്ട് ഞാനൊക്കെ ഡൈ ചെയ്താണ് ഓരോ ചുരിദാറുണ്ടാക്കി. എത്ര കാശായെന്നറിയാമോ. നല്ല സൂപ്പർ, നല്ല സോഫ്റ്റ്. ഇപ്പോൾ ഫങ്ഷനൊക്കെ നല്ലതാണ്. ഉടുപ്പുകൾ, ലാച്ച, ഒരു ഗോൾഡൻ ഷോൾ ഇട്ടാൽ മതി. നല്ല സോഫ്റ്റ്. നെറ്റിൻ്റെ ഗോൾഡൻ ഷോൾ ആയാലും മതി. ഗോൾഡൻ ഷോൾ ഇട്ടാം, അല്ലെങ്കിൽ ഗോൾഡൻ എന്തെങ്കിലും ഇത് ചെയ്താൽ ഹാഫ് സാരിക്ക് യൂസ് ചെയ്യാം. ഇത് പാവാടയും ബ്ലൗസും ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ചെയ്യാൻ പറ്റും. വേണ്ട, നല്ല കളർ ചാർട്ടാണ്. 399. ഒറിജിനൽ ബനാറസാണ്. ഡൈ ചെയ്തേക്കണം ഇത് ക്രീമിൽ. ഇത് നമ്മളെപ്പോഴും കാണിക്കണ ഐറ്റാട്ടോ. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കളേഴ്സ് കാണിച്ചായിരുന്നു, അതും ഇവിടെ കാണും. ഇത് തീർന്നു പോയായിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച കാണിച്ചത്. ഇത് 399. അടിപൊളിയാട്ടോ. തയ്ച്ചതിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ടേക്കാവേ. ഇത് നമ്മുടെ ചാർട്ട്, ഈ കൂടിയ തെച്ചിക്കോട്ടയുടെ ഇതിൻ്റെ ചാർട്ട് പുതിയത് വന്നതാണേ. വെറൈറ്റി ചാർട്ട്. മറ്റേ നമ്മൾ എന്നും ഒരേ ചാർട്ടാണ് കാണിക്കാറ്. ഇത് പുതിയ ചാർട്ട്. 230 കേട്ടോ. ഇതൊരു ബിസ്ക്കറ്റ് കളർ അല്ലേ, ലൈറ്റ് ബിസ്ക്കറ്റ്. ആ, ബിസ്ക്കറ്റിൻ്റെ കളറാണ്. ബിസ്ക്കറ്റും ഗോൾഡനും ഒക്കെയാണ് കൂടുന്നൊരു കളർ. ബിസ്ക്കറ്റ് മേടിച്ചിട്ട് ഇനി ആരില്ലെന്ന് പറഞ്ഞ് എന്നോട് പടയൊന്നും കൂടരുത് കേട്ടോ. ഇത് നല്ല ലൈലാക്കി, അടിപൊളി ലൈലാക്കി അല്ലേ. ഇതൊക്കെ സാരിക്ക് ഒത്തിരി നല്ല കേട്ടോ. കനമൊന്നുമില്ല. തെച്ചിക്കോട്ട സാരി ഇരിക്കണ പോലെ ഇതിങ്ങനെ സൂപ്പറായിരിക്കും. എന്ത് രസമുള്ള കളേഴ്സാണ്. 230. എൻ്റെ ഡിസൈനും ഒക്കെ അടിപൊളിയാണ്. കുറേ കളേഴ്സ് ഉണ്ട്. നമുക്ക് എപ്പോഴും പോണതാട്ടോ. ഇത് മേടിക്കുന്നവർ തന്നെ കണ്ടിട്ടും വർക്കിയിട്ടും ആയിരിക്കുമല്ലോ. നമുക്ക് എപ്പോഴും ഇത് അന്വേഷിക്കുമ്പോൾ എൻക്വയറി വന്നത്. ഇത് ഒരാക്കട കാണുമ്പോൾ അടുത്ത ആൾ, അങ്ങനെയല്ലേ അതിൻ്റെ ആ പബ്ലിസിറ്റി തന്നെ. ഇത് എവർഗ്രീനാണ്. ഇത് ഒരു പീച്ച് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പീച്ച്, പേസ്റ്റൽ കളർ പീച്ച്. ഇത് 99ൻ്റെ റണ്ണിങ്. സാരിക്കൊക്കെ നല്ലതാണ്. സാരിക്ക്, സ്കേർട്ട്, ബ്ലൗസ്, ഇങ്ങനെയൊക്കെ ഹാഫ് സാരിക്കൊക്കെ നല്ലതാണ് കേട്ടോ. 99. നല്ല കളർ. ഇത് കഫ്താൻ അടിക്കാനും ഒക്കെ നല്ലതാട്ടോ. കഫ്താൻ ഒത്തിരി രസമാട്ടോ. അപ്പോൾ ഭയങ്കര ഫാഷനാണ് കഫ്താൻ ഫങ്ഷനെ. അറിയാവുന്ന എടുത്ത് കൊടുത്താൽ മതി. കഴുത്ത് മാത്രം തയ്ച്ചാൽ മതി. സൈഡ് ഇങ്ങനെ നല്ല പെട്ടെന്ന് പണിതിയും തീരും. കഫ്താൻ ഒത്തിരി നല്ലതായത്. ഫങ്ഷന് പോകുമ്പോൾ വലിയ ചിലവില്ലാണ്ട് 2.5 മീറ്റർ എടുത്താൽ കഫ്താൻ അടിക്കാം. മിക്കവർക്കും 2.5 മീറ്റർ മതി. ഇച്ചിരി അധികം പൊക്കമുണ്ടെങ്കിൽ 2.25 എടുത്താൽ മതി. സാരിക്ക് ഇഷ്ടമുള്ള പല പല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഐഡിയകൾ നെട് പൊട്ടുമല്ലോ. മുന്തിരി കളറേ 99 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തോന്നും. പെട്ടെന്ന് എത്ര മീറ്റർ എന്ന് അവൈലബിൾ ആണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാണ്ട് ഇത്ര മീറ്റർ എന്ന് ഇടുക. വെബ്സൈറ്റിൽ ചാടി എടുക്കുന്നവർ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇത്ര മീറ്ററിന് ഇട്ട് വാട്സപ്പ് കോൾ വിളിക്കുക. ബില്ലിടുന്ന വഴിയെ പെട്ടെന്ന് പൈസ പേ ചെയ്യണം കേട്ടോ. കാരണം റണ്ണിങ് പൈസ വരാണ്ട് മുറിക്കില്ല. ഇവിടെ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ മുറിച്ചു പോകും. പിന്നെ റീസ്റ്റോക്ക് നോക്കി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് സാധനം ഉള്ളപ്പോൾ എടുത്തു കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു.